ഗുഡ് മോർണിംഗ് പ്രിയമുള്ളവർ. നമ്മളുടെ വൈഷ്ണവി ജിത്തിനെ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേരള പഠനം ഒരു പ്രോജക്റ്റ് കുട്ടികൾ കൊടുത്തിരുന്നു. കേരള പഠനം എന്നും പറഞ്ഞിട്ടൊരു സബ്ജക്റ്റിൽ. അപ്പം കുട്ടികളുടെ ഫ്രീ ടൈമുകൾ, സാറ്റർഡേയ്സ്, സൺഡേയ്സ്, ഹോളിഡേയ്സൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഒന്ന് കുട്ടികൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം കണ്ടുപിടിക്കും, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാറുള്ളത്. അപ്പം എൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കാത്ത തന്നെ എൻ്റെ വൈഷ്ണവി ജിത്തിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. വൈഷ്ണവി 1ാം ക്ലാസ്സിലെ കുട്ടിയാണ്. വൈഷ്ണവി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഇത് ലേ ഔട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. ഓരോ പേജും അതിൻ്റെ പിക്ചറൊക്കെ കറക്റ്റ് ചെയ്ത് അവരുടെ വൈഷ്ണവിയുടെ മാതാപിതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പേജെല്ലാം പ്രിൻ്റ് ചെയ്യിച്ച് കട്ടിയുള്ള പേപ്പർ വാങ്ങിച്ചിട്ട് അത് പ്രിൻ്റ് ചെയ്ത് ഈവൻ ലൈൻ ഉൾപ്പെടെ പ്രിൻ്റ് ചെയ്തിട്ട് വൈഷ്ണവി കൊടുത്ത് വൈഷ്ണവിയെ കൊണ്ട് എഴുതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് വൈഷ്ണവിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ്, മലയാളം അവൾ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് കാണണം. വൈഷ്ണവി കുട്ടി, അപ്പോൾ സാറ് ചോദിക്കട്ടെ, ഇതിനകത്ത് ഭയങ്കര ലേഔട്ടാണ്. എല്ലാ എഴുത്തും ഇടേണ്ട പിക്ചേഴ്സ്, ഇമേജസ് എല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഇൻഡെക്സിൽ എഴുതിയിരിക്കുന്ന ആമുഖം, എൻ്റെ ജില്ല ആലപ്പുഴ, കേരളത്തിലെ ജില്ലകൾ, കേരളത്തിലെ ജനസംഖ്യ, കേരളത്തിലെ ഉത്സവങ്ങൾ, പരമ്പരാഗത ഉത്സവങ്ങൾ, പ്രധാന പൂരങ്ങൾ, പള്ളിപ്പെരുന്നാൾ നേർച്ചയും, കേരളത്തിലെ വള്ളംകളികൾ, രാഷ്ട്രത്തിന് അഭിമാനമായ പ്രമുഖ വ്യക്തിത്വങ്ങൾ, കേരളീയ സംസ്കാരം, തനത് കലാരൂപങ്ങൾ, ഔദ്യോഗിക പ്രതീകങ്ങൾ, ഉപസംഹാരം. ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സംഭവമാണ് വൈഷ്ണവി ചെയ്തിരിക്കുന്നത്. അപ്പം വൈഷ്ണവിയോട് ചോദിക്കട്ടെ, വൈഷ്ണവി കുട്ടി, ഇതാരാ നിന്നെ സഹായിച്ചേ? അമ്മയാണ്. അപ്പയാണോ ഇത് പ്രിൻ്റ് ചെയ്തുകൊണ്ട് വന്നേ? അപ്പ പ്രിൻ്റ് ചെയ്തുകൊണ്ട് വന്നു, എഴുതാനൊക്കെ അമ്മ സഹായിച്ചു എന്നല്ലേ? അപ്പോൾ അമ്മയെ കൊച്ചിന് ഇഷ്ടമാണോ? എന്തുമാത്രം ഇഷ്ടം അമ്മയെ? അച്ഛനെയോ? അച്ഛനെയും അമ്മയും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടടി മോളു? അച്ഛമ്മയും ഉണ്ടല്ലേ? അച്ഛമ്മ ഇതൊക്കെ എഴുതിയപ്പോൾ എന്ത് പറഞ്ഞു? അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം അപ്പയോടും അമ്മയോടും ഒക്കെ എന്നും പറയണം കേട്ടോ. സാർ ഒത്തിരി താങ്ക്സ് പറഞ്ഞു, കുഞ്ഞിനെ സഹായിച്ചു തന്നതിന് ഒത്തിരി നന്ദി പറഞ്ഞു. എന്നും ഇങ്ങനെ തന്നെ നല്ല കാര്യങ്ങൾ എഴുതുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടിയായിട്ട് വളരുമോ? ഓക്കെ. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയുടെ ഒക്കെ പറയണം. നിൻ്റെ ചേട്ടൻ്റെ പേരെന്നാ? അഭയ്ജിത്ത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3rd ബിയിൽ അഭയുടെ സിസ്റ്ററാണല്ലേ? അവൻ എഴുതിയായിരുന്നോ? അവൻ ചെയ്തോ? അവനും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നല്ലതായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇത് കാണിക്കാനായിട്ട് ഇതൊന്ന് മറിച്ച് കാണിക്കണം. എല്ലാം നല്ല ഭംഗിയായിട്ട് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പം എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും. നല്ല കൊച്ചായിട്ട് എന്നും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് സാർ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ചിരിച്ചടി ഒരു ഉമ്മ സാറിന്. ഓക്കെ. മോനെ ഇതിൻ്റെ ഞാൻ മറിച്ച് തരാം. വാ പ്ലീസ് കം. ഇൻഡെക്സ് ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ? വൈഷ്ണവിയുടെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലേ ഔട്ട് അതൊക്കെയാണ് എനിക്ക് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ വൈഷ്ണവി കുട്ടിയുടെ വർക്ക് ഇതാണ്. എല്ലാ അനുഗ്രഹങ്ങളും എന്നും മിടുക്കിയായിട്ട് ചെയ്യണം. എന്ത് ചെയ്താലും സാറിനെ കൊണ്ട് കാണിക്കണം കേട്ടോ. സാറിന് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും മിടുക്കിയായിട്ടിരിക്കണം. സാറ് തരുന്ന ആക്ടിവിറ്റികളൊക്കെ, സ്കൂളിൽ നിന്ന് തരുന്ന ആക്ടിവിറ്റികളൊക്കെ ചെയ്യണം. എന്നും മിടുക്കി കൊച്ചായിരിക്കും എന്ന് പ്രോമിസ് ചെയ്യുന്നല്ലോ അല്ലേ? ഓക്കെ ചക്കരക്കുട്ടാ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു, ലവ് യു, ടേക്ക് കെയർ. ഓക്കെ.